സംസ്ഥാനത്ത് ഒരു പുതിയ പാർട്ടി കൂടി. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പേരിലാകും പുതിയ പാർട്ടി കേരളത്തിൽ. ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന ജനതാദൾ എസ് ദേശീയ തലത്തിൽ ബി.ജെ.പിയുടെ സഖ്യകക്ഷിയായതോടെയാണ് ദേശീയ പാർട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് സംസ്ഥാനത്ത് പുതിയ പാർട്ടി രൂപീകരിക്കുന്നത്. എ.കെ. സ്റ്റെഫിൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. സ്റ്റെഫിൻ, കോൺഗ്രസുകാരൊക്കെ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, നിങ്ങൾ NDAയ്ക്കും LDFനും ഒരു സഖ്യകക്ഷി തന്നെയാണോ എന്നുള്ളത്. ആ ചോദ്യത്തിനൊരു പരിഹാരവും മറുപടിയുമായിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും മാധു. കാരണം ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന പാർട്ടി, അല്ലെങ്കിൽ ആ നേതാക്കൾ കഴിഞ്ഞ കുറെ നാളുകളായി അഭിമുഖീകരിച്ച ഏറ്റവും വലിയൊരു പ്രതിസന്ധി, രാഷ്ട്രീയ പ്രതിസന്ധിയായിരുന്നു നേരത്തെ മാധു സൂചിപ്പിച്ചത്. കാരണം മോദി സർക്കാരിന്റെ ഭാഗമായി JDSന്റെ ദേശീയ നേതൃത്വം മാറിയതോടുകൂടിയാണ് സംസ്ഥാനത്ത് ഈ ഒരു പ്രതിസന്ധി അഭിമുഖീകരിച്ചത്. അന്നു മുതൽ തന്നെ LDFനകത്തും ഇത് വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. CPI അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിനെതിരെ LDF യോഗത്തിലടക്കം രംഗത്ത് വരികയും ചെയ്തിരുന്നു. അതോടുകൂടി ആ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് സാങ്കേതികമായി ഇപ്പോൾ ഒരു പുതിയ പാർട്ടി രൂപീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ JDSൽ നിന്ന് മത്സരിച്ച് വിജയിച്ച് കച്ചയേന്തുന്ന സ്ത്രീയുടെ ആ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഈ രണ്ട് MLAമാർ മാത്യു ടി തോമസും A. കൃഷ്ണൻകുട്ടിയും അവർ പുതിയൊരു പാർട്ടി രൂപീകരിച്ച് മാറുകയാണെങ്കിൽ അതിന് സാങ്കേതികമായ പ്രശ്നങ്ങൾ വരും, അയോഗ്യത വരും. അതുകൊണ്ട് തന്നെ മറ്റൊരു പാർട്ടി ഉണ്ടാക്കി, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ എന്ന പാർട്ടി ഉണ്ടാക്കി പഴയ പാർട്ടിയിലുള്ള നേതാക്കൾ തന്നെ അതിലേക്ക് ലയിച്ച ഒരു സ്ഥിതിയാണ്. അല്ലെങ്കിൽ അങ്ങനെ സാങ്കേതികമായി ആ പ്രശ്നത്തെ മറികടന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഏതായാലും പുതിയ പാർട്ടി രൂപീകരണത്തിന്റെ ഭാഗമായി 17-ാം തീയതി എറണാകുളത്ത് ഒരു ലയന സമ്മേളനം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് വാർത്താ സമ്മേളനത്തിലൂടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള മാത്യു ടി തോമസും മന്ത്രി K. കൃഷ്ണൻകുട്ടിയും കാര്യങ്ങൾ വ്യക്തമാക്കി. ശരി, A.K. സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും JDSന് വലിയ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന, ഇന്ത്യൻ LDFന് തന്നെ വലിയ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന രാഷ്ട്രീയ പ്രശ്നത്തിന് പരിഹാരമായിരിക്കുകയാണ് സംസ്ഥാനത്ത് ഒരു പുതിയ പാർട്ടി.